ഹായ് ഓൾ അമ്പാടീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് കൂണ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കൂട്ടാൻ പറ്റുന്ന രീതിയിലൊന്ന് കറി വെച്ചാലോ. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന കൂണ്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച ശേഷം നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ ഒരു 3 മീഡിയം സൈസ് സവോള ചെറുതായിട്ട് അരിഞ്ഞിട്ട് നന്നായിട്ട് കുറച്ച് ഉപ്പിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. സവാളയൊക്കെ ഒന്ന് വഴണ്ട് വരുമ്പോൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് അല്ലെങ്കിൽ ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതൊക്കെ നന്നായി വരുമ്പോൾ നമുക്കിതാ ഒരു വലിയ തക്കാളി കേട്ടോ ചെറുതായിട്ട് അരിഞ്ഞ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതും ഒന്ന് നന്നായിട്ട് തന്നെ നമുക്ക് വഴറ്റിയെടുക്കാം. മുമ്പൊക്കെ കൂണ് നമുക്ക് പറമ്പിൽ നിന്നൊക്കെ ഇടിയൊക്കെ മുട്ടിയാലാണ് കിട്ടുന്നത്. ഇപ്പോൾ ഇതൊക്കെ വാങ്ങാൻ കിട്ടുന്നതുകൊണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും കഴിക്കാം. അങ്ങനെ എല്ലാം നന്നായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് എല്ലാം ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കുകയാണ്. കുറേ വെള്ളമൊന്നും ഒഴിക്കേണ്ട, കാരണം കൂൺ ഇട്ട് കൊടുത്താൽ അതിൽ നിന്നും കുറച്ച് വെള്ളം വരും. അതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന കൂണും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റോളം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. അധികം ചാറുമില്ല എന്നാൽ ഒത്തിരി ഡ്രൈയും അല്ലാത്ത രീതിയിലാട്ടോ നമ്മൾ കറി ഉണ്ടാക്കുന്നത്. ചോറിനും ചപ്പാത്തിക്കും നല്ല ടേസ്റ്റാണ്. ഇനി നമ്മൾ തിളച്ച് വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയാട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു 10 മിനിറ്റോളം ഞാനൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി കറി നന്നായിട്ട് തിളച്ച് വരുമ്പോൾ കുറച്ചൊരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തു. കൂടാതെ കുറച്ച് പാലാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാപ്പാലുണ്ടെങ്കിൽ ഉത്തമമാണ്. തേങ്ങ പിഴിയാൻ മടിയുള്ളവരാണെങ്കിൽ കുറച്ച് പാൽ, നമ്മൾ ചായക്കൊക്കെ ഉപയോഗിക്കുന്ന പാൽ ഒഴിച്ച് കൊടുത്താലും മതി. കറിക്ക് നല്ല ടേസ്റ്റാണ്. നമ്മൾ ഈ സോസൊക്കെ ഒഴിച്ച് കറി വെക്കുന്നതിലൊക്കെ നല്ല രുചിയാണ് കുറച്ച് പാൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റും കൂടി ഒന്ന് വേവിച്ചെടുക്കണം. അതിനുശേഷം കുറച്ച് മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് അരിഞ്ഞിട്ടിട്ട് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റി മഷ്റൂം കറി ഉണ്ടാക്കി കഴിഞ്ഞു. കണ്ടില്ലേ, കാണാൻ തന്നെ എന്തൊരു ഭംഗിയല്ലേ. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്